എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഭയങ്കര തണുപ്പാണ്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഔട്ട്ലെറ്റ് മോളിലാണ്. ഇവിടെ നമ്മളുള്ളതിൻ്റെ അടുത്ത് തന്നെ ഒരു 25 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഔട്ട്ലെറ്റ് മോളുണ്ട്. ഇപ്പോൾ ഓഫർ സെയിൽ നടക്കുകയാണ്. അങ്ങനെ നോക്കാൻ വേണ്ടി വന്നതാണ്. എന്തായാലും പോയി നോക്കാം. ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം അച്ഛനമ്മില വന്നിരിക്കുന്നത്. എനിക്ക് എത്ര ബ്രാൻഡുള്ള സാധനം ഉണ്ടെങ്കിലും നമ്മൾ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേണ്ട, ഇതും ഇതിൻ്റെ പാൻറ്റും ഉണ്ട് കൂടെ. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. ഞങ്ങൾ ബർഗർ ഓർഡർ ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മൾ മേടിച്ച ബർഗർ. ഇത്രയും വലിയ ബർഗറാണ്. ഇവിടെ ഫ്രൈസും. ഇതാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ടേസ്റ്റ് കേട്ടോ. തിന്ന് കാണിക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എന്താണോ നൈക്കി. ഇനി ഇവിടെ അഡിഡാസ് ഉണ്ട്. അവിടെ ന്യൂ ബാലൻസ്. ഇവിടെ ഫുൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അഡിഡാസ് കയറുന്നുണ്ട്. ഇത് നോക്കി, ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമില്ലേ? $60 ബാഗിന്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല കളറാണ്. അതെനിക്ക് ഇഷ്ടമായത്. ഇത് ശരിക്കും ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന ബാഗാന്ന് തോന്നുന്നു. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ പെണ്ണുങ്ങളുടെ സെഷനാണ്. നോക്ക്, ഇത് കളർ ചേഞ്ച് കേട്ടോ. ഇങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ ബ്ലാക്കായി. ഭയങ്കര രസമുണ്ട്. $40 ഉണ്ട്. അതാണ് പ്രശ്നം. പക്ഷെ നല്ല ഭംഗിയുണ്ട് എന്താണെങ്കിലും. ഇത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് നല്ല ഭംഗിയായി. എനിക്കിഷ്ടമായി. ഇത് വാ, അത് പൊളി. അതെനിക്കിഷ്ടമായി. അത് പൊളിയാട്ടാ. ഉണ്ടാവും അവിടെ. നോക്കി നോക്ക്. 11.10. എത്രയാണ് വേണ്ടിയത്? ആ രസം എനിക്കിഷ്ടമായി. എനിക്കിഷ്ടം ആ പച്ചയാ ഇഷ്ടം. ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു കളറാണ്. ഇത് നോക്കി, ഒരു ഷൂ ആണ്. ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് കാറൊക്കെ ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? അല്ലേ, അങ്ങനെ തോന്നുന്നുണ്ടോ? പക്ഷെ നല്ല രസമുണ്ട്. മതിയായിട്ടില്ല. നോക്കി നോക്കി, ഇത് രസമുണ്ട്. ഇത് നോക്ക്, രസമില്ലേ? പക്ഷെ നല്ല കളക്ഷൻ ഉണ്ടല്ലേ ഈ പ്രാവശ്യം വന്നപ്പോൾ. മുമ്പ് വന്നപ്പോൾ ഇത്രയും കളക്ഷൻ കണ്ടില്ല. അതില്ലാണ്ട് പോയി. അത് നല്ല രസമായിരുന്നു. ആ പച്ച ഗ്യാപ്പ് നോക്കുന്ന ഗ്യാപ്പ് തന്നെ അന്ന് എനിക്ക് മേടിച്ചേ. ലക്കോസ്റ്റ് നോക്കി എങ്ങനെയുണ്ട്? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ സ്റ്റൈൽ നോക്കുന്നത് എനിക്ക് ഇങ്ങനത്തെ കോട്ട് സെറ്റ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഓഫറുണ്ട്. നല്ല എടുക്കാമെന്ന് വെച്ച് നോക്കട്ടെ. ഇതും ഇട്ട് നോക്കി. ഇത് തന്നെയാണ് നല്ലതായിട്ട് തോന്നുന്നത്. ഇട്ടിട്ട് നല്ല കളറ്. അപ്പം അത് തന്നെ എടുക്കാമെന്ന് വെച്ചു. എടാ കാൽവിൻ ക്ലീന
ഇപ്പോൾ കയറണ്ട, നമ്മൾ അങ്ങ് അറ്റത്ത്. നടന്ന് നമ്മൾ തളർന്നു പോകും. ഇതാ മൈക്കിൾ കോഴ്സ്, ഇവർക്ക് നല്ല ഓഫേഴ്സ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് ഒരു യുദ്ധത്തിന് പോയിട്ട് വന്ന പോലെയായിരുന്നു. അത്രയും ടയർഡായിപ്പോയി. ഇപ്പോഴും എല്ലാവർക്കും ഷോപ്പ് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ കാണുന്നതിനേക്കാളും ചെയ്ത സാധനങ്ങൾ കാണിക്കുന്നതായിരിക്കും ഇൻട്രസ്റ്റ്. എനിക്ക് എപ്പോഴും ഞാൻ വ്ളോഗ്സൊക്കെ കാണുന്ന സമയത്ത് അവർ മേടിക്കാൻ പോകുന്ന ആ ഒരു ഇതൊക്കെ കാണിക്കുന്നതിനേക്കാളും അവർ മേടിച്ച എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആകാംക്ഷ. അതേപോലെ നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാണെങ്കിൽ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിച്ചു തരാം. ഇതിൽ ഒന്ന് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ ആയിട്ടില്ല, ഇനി 1 മന്തും കൂടിയുണ്ട്. പക്ഷെ നമ്മൾ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത്, ഇപ്പോൾ ഞാൻ ഇച്ചുവിനാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം വാച്ചൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ പൈസ വന്ന സമയത്ത് എനിക്ക് അപ്പോൾ മേടിച്ചു കൊടുക്കണം എന്ന് തോന്നി. ഞാൻ വെയിറ്റ് ഒന്നും ചെയ്തിട്ടില്ല, കാരണം എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള അത്രയും ഒരു എന്താ പറയുക ഒരിതില്ല. അപ്പോൾ ഞാൻ പിന്നെ അപ്പോൾ മേടിച്ചപ്പോൾ തന്നെ ഇച്ചു ഇല്ലാണ്ട് മേടിച്ചു. പക്ഷേ മേടിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കൂട്ടാൻ വന്നപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതേപോലെ ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിട്ടില്ല, പക്ഷേ നമുക്ക് ഞങ്ങളിങ്ങനെ പോയപ്പോഴത്തേക്കും, ഞാൻ മുമ്പ് പോയപ്പോൾ എനിക്കിത് വേണം, എൻ്റെ കയ്യിൽ പൈസ ആകുമ്പോൾ ഞാനിത് എന്താണെങ്കിലും മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചൊരു സാധനമായിരുന്നു. അപ്പോൾ ഇച്ചു ഒറ്റയ്ക്ക് പോയിട്ടാണ് അത് മേടിച്ചത്, ഞാൻ പോയില്ല. എന്നോട് പറഞ്ഞാൽ അവിടെ ഇരുന്നു, ഞാൻ പോയി മേടിച്ചിട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ല, കടയുടെ ഉള്ളിൽ പോയില്ല, ആൾ പോയി മേടിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് എന്താണെങ്കിലും നോക്കാം. അതിന് മുമ്പ് മേടിച്ചൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജാക്കറ്റ്. ഇത് ആക്ച്വലി ഭയങ്കര സെയിലിനായിരുന്നു കിട്ടിയത്. ലൈക്ക് $19 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു 1000 രൂപയൊക്കെ ഉള്ളൂ. സാധാരണ ഇവിടെ ഒന്നും ജാക്കറ്റൊന്നും അങ്ങനെ കിട്ടില്ല. എന്തോ ഞങ്ങൾക്ക് ഭയങ്കര ലക്കായിരുന്നു ആ സമയത്ത്. അതും ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ആ ഒന്ന് കിട്ടി. ഇതാണ് നല്ലൊരു കളറുമാണ്, റെയ്ഡായിട്ടുള്ള കളർ. ഞാനങ്ങനെ ഈ കളറുള്ള ജാക്കറ്റ് അങ്ങനെ കണ്ടിട്ടില്ല. അത്രയും കുറഞ്ഞ റേറ്റിന് കിട്ടിയപ്പോൾ എടുത്തു. കാരണം എപ്പോഴും നമ്മൾ വിൻ്ററിന് ഉപയോഗിക്കുന്ന സാധനമല്ലേ, അപ്പോൾ കുറേ അധികം എന്തെങ്കിലും വലിയ സീനില്ല. പിന്നെ മേടിച്ചത് എന്താ ഈ ഒരു ഹുഡിയാണ്. എന്താ ഈ ഒരു ഹുഡി, ഇതും ചെറിയ റേറ്റിന് കിട്ടിയപ്പോൾ $20, 25 അങ്ങനെ എന്തോ ഒരു ഡോളറിൻ്റെ അടുത്തായപ്പോൾ മേടിച്ചതാണ്. കാരണം ആ ഒരു പ്ലേസിലൊന്നും നമുക്കങ്ങനെ നല്ല ഹുഡിയൊന്നും കിട്ടാൻ ചാൻസില്ല. അപ്പം അങ്ങനെ കണ്ടപ്പോൾ അത് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ ഈ ഒരു ടീഷർട്ട്, നല്ല കളറാണ്, ടീച്ചറിന് ഇഷ്ടപ്പെട്ട ടീച്ചറിന് മേടിച്ചതാണിത്. ഇതൊരു കുറഞ്ഞ റേറ്റ്, ഒരു $16-18 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഡ്രസ്സിനൊക്കെ ഭയങ്കര വില കേട്ടോ. സാധാ ഒരു ഡ്രസ്സിനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വിലയാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതെ ഇത് ഏറ്റവും ആക്ച്വലി ലൂസ് ഫിറ്റ് ഡ്രസ്സുകളാണ് ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പോൾ അങ്ങനെ മേടിച്ചാട്ടോ. ഇത് കൊണ്ട് ഞാൻ ഭയങ്കര വലിപ്പമുള്ള പോലെ തോന്നില്ല, ഇത് ഭയങ്കര ലൂസ് ഫിറ്റ്. എനിക്കും ആ ഫാഷൻ ഇഷ്ടമാണ്. ഇതുണ്ടോ 50% ഓഫൊക്കെയാണ്. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. പിന്നെ ഇത് എനിക്ക് മേടിച്ച ഒരു എന്താ പറയുക ഒരു ടോപ്പാണ്. എനിക്കെന്തോന്നറിയില്ല, ഇപ്പോൾ എവിടെ പോയാലും എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള സാധനങ്ങളാണ് കണ്ണിൽ പിടിക്കുക. ഇത് കണ്ടോ, ഇത് ഉണ്ടായിട്ട് ഞാൻ ഇതിട്ടിട്ട് പോയിട്ട് അതേപോലെ ഒന്നും കൂടി മേടിച്ച്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമില്ലേ കാണാൻ നോക്കി. എന്തോ ഈ കളർ കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഇത് എനിക്ക് മേടിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളത് ഇത് ഇച്ചൊരു ഷൂ മേടിച്ചതാണ്, അഡിഡാസിൻ്റെ. അത് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ മേടിച്ചതാണ്. ഇതാണ് ഷൂ. ഞങ്ങൾ ഈ കളറല്ല, ഞാൻ നേരത്തെ കാണിച്ചൊരു പച്ച കളറ് അതായിരുന്നു നോക്കിയത്. പക്ഷേ സൈസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനം നോക്കി ഓയിച്ചോനെ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ഇട്ട് കഴിയുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനത്തെ രീതിയായിരുന്നു. അവസാനം ഞാൻ ഈ കളർ എടുത്ത്. നല്ല വില കാണാൻ, നല്ല രസമില്ലേ.
പിന്നെ ലാസ്റ്റ് എൻ്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെയാണോ എന്നറിയാൻ. ഞാൻ ഉദ്ദേശിച്ച സാധനം കാണാണത് എനിക്ക് പുറത്തു കൂടി കാണും. സാറ്റിസ്ഫൈഡിൻ്റെ ബാഗാണ്. ഇത് കുറേ കാലമായിട്ട് ഞാൻ നോക്കി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ പറഞ്ഞില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണ് അതിനോട്. അപ്പോൾ പാക്ക് കവറും പൊതിഞ്ഞിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അവർ പൊതിഞ്ഞ് ഒക്കെ ഫുൾ അലങ്കുലായിപ്പോയി. ഇതുണ്ടോ? ഇതാണ് എൻ്റെ ബാഗ്. നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് നല്ല ഭംഗിയില്ല കാണാൻ. ഈ ഒരു ഇതേ ഉള്ളൂ. പിന്നെ അവർ ഫുള്ള് പേപ്പർ വരച്ചിരിക്കുന്നത്. അതൊക്കെ പക്ഷേ ഇത് വെള്ള കളറായതുകൊണ്ട് ഉപയോഗിക്കാൻ മടിയായിരിക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിക്കുന്ന സാധനങ്ങൾ എനിക്ക് ചീത്തയാക്കുന്നൊന്നും ഇഷ്ടമില്ല. പ്രത്യേകിച്ച് വെള്ള കളർ ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും ഈ ബാഗ്. അധികം ഉപയോഗിക്കാൻ ചാൻസ് ഇല്ല. ഞാൻ സൂക്ഷിച്ച് വെക്കും. എനിക്ക് അങ്ങനത്തെ ഒരു പ്രാന്തുണ്ട്. ഇഷ്ടപ്പെട്ടത് ഞാൻ പൈസ ഒന്നും നോക്കില്ല, മേടിച്ചിട്ട് ഇങ്ങനെ വെക്കും. വെച്ചിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് പോയി എടുത്ത് നോക്കും. അപ്പോൾ എനിക്ക് പ്രത്യേക ഒരു സന്തോഷം. എൻ്റെ പോലെ ഇങ്ങനെ പ്രാന്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ. അത്രയേ ഉള്ളൂ. എനിക്ക് മേടിച്ച സാധനങ്ങൾ ഇഷ്ടമായി തോന്നുന്നു, വ്ളോഗ് ഇഷ്ടമായി തോന്നുന്നു, വിശ്വസിക്കുന്നു കേട്ടോ അങ്ങനെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ടേഴ്സ്. ഒന്നും വിചാരിച്ച് തുടങ്ങിയ ചാനലൊന്നുമല്ല, ചുമ്മാ ഞാൻ പണ്ടേ മുതൽ കുറേ അധികം എൻ്റെ ഗാലറി എപ്പോഴും ഫുള്ളാണ്. അപ്പോൾ ആദ്യം എടുത്ത ഫോട്ടോസൊക്കെ നോക്കി ഫോട്ടോസും വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തായിരുന്നു എൻ്റെ പണി. അപ്പോൾ ഫുള്ളി വീഡിയോയും ഫോട്ടോയും എടുത്ത് അങ്ങനെ ഒന്നുമില്ല, ആവശ്യമൊന്നുമില്ല, വെറുതെ എടുക്കുകയായിരുന്നു. ഞാൻ ആക്ച്വലി ക്യാമറ ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ചുമ്മാ അയച്ചു പറഞ്ഞാണ്, എന്താണെങ്കിലും കുറേ അധികം എടുത്ത് ഓടുന്നില്ല, എന്നാൽ പിന്നെ അത് ഇതിലെടുത്തിട്ടൂടെ, ആരും കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഭാവിയിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഇതൊക്കെ കാണാമല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ശരിയാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യം എന്നെ കാണിക്കുന്നുണ്ടായിരുന്നില്ല, പിന്നെ എന്നെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു 20 ടേക്കെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടാവും ഒരു ഇൻട്രോ. അതിൽ ഭയങ്കര എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നെക്കൊണ്ട് ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ. അത്രയും ഞാൻ ഷൈ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്റ്റേജിലും അങ്ങനെയൊക്കെ ആക്റ്റീവാണ്. പക്ഷേ ക്യാമറ എന്തോ എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു ഔട്ട് ഓഫ് ബോക്സിലൊരു സാധനം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരാളാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് മീ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.